ചരിത്ര നിമിഷമാകാൻ പോവുകയാണ്. ഏതാണ്ട് ഒരു 1.5 മണിക്കൂർ കൂടി കഴിയുമ്പോൾ കേരളത്തിലെ ചരിത്ര നിമിഷത്തിന് നമ്മളെല്ലാവരും സാക്ഷ്യം വഹിക്കുകയാണ്. KSRTCയിൽ സ്ത്രീകൾക്ക്, ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലുള്ളവർക്കൊക്കെ സൗജന്യ യാത്ര, KSRTC ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. 8:30 മുഖ്യമന്ത്രി VD സതീശൻ പദ്ധതി ഉദ്ഘാടനം നിർവഹിക്കും. പദ്ധതിയുടെ തുടക്കം ആഘോഷമാക്കാൻ സർക്കാർ ഒരുങ്ങുമ്പോൾ ബഹിഷ്കരിക്കാനാണ് പ്രതിപക്ഷത്തിൻ്റെ തീരുമാനം. എബി ജോൺ ചേരുകയാണ് വിവരങ്ങളുമായി. എബി, കാത്തിരുന്ന ആ മുഹൂർത്തത്തിലേക്കുള്ള സമയമാണ് കടന്നു പോകുന്നത്. 8:30 മുഖ്യമന്ത്രി VD സതീശൻ സ്ത്രീകൾക്ക്, KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര സാധ്യമാകുന്ന പ്രിയദർശിനി പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നു. പദ്ധതി വരുന്നത് വലിയ നല്ല കാര്യം തന്നെയാണ്. ഒരുപാട് നെഗറ്റീവ് പോസിറ്റീവ് ചർച്ചകളും ഒക്കെ ഇതിൽ നടക്കുന്നുണ്ട്. ആശങ്കകളും വ്യാകുലതകളും ഒക്കെയുണ്ട്. എങ്കിൽ കൂടിയും ചരിത്രത്തിൻ്റെ ഭാഗമാകാൻ ഒരുങ്ങുകയാണ് ഈ നിമിഷം. തീർച്ചയായും 1.5 മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ഇനിയിപ്പോൾ ആ ഒരു ചരിത്ര നിമിഷത്തിന് സാക്ഷിയാകാൻ. വലിയ വിപ്ലവകരമായിട്ടുള്ള ഒരു മാറ്റത്തിലേക്ക് തന്നെയാണ് പോകുന്നത് എന്നുള്ളത് തന്നെയാണ് സർക്കാർ ആ ഒരു പുതിയ പദ്ധതിയെ, പ്രിയദർശിനി എന്നുള്ള KSRTCയിലെ ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കുന്ന, സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്ന പദ്ധതിക്ക് അതിനൊരു വലിയ അഭിമാന നിമിഷമായി തന്നെ സർക്കാരും കാണുന്നുണ്ട്. വിപ്ലവകരമായിട്ടുള്ള മാറ്റമായി തന്നെ കാണുന്നുണ്ട്. ഈ സർക്കാർ അധികാരത്തിൽ വരുന്നതിന് തൊട്ട് മുമ്പായി നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിലൊക്കെ തന്നെയും വലിയ രീതിയിൽ ഈ 5 ഇന്ദിരാ ഗ്യാരണ്ടികൾ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് KSRTCയിലെ സൗജന്യ യാത്ര തന്നെയായിരുന്നു. അത് എല്ലാ KSRTC ബസ്സുകളിലും യാത്ര നൽകാൻ, അല്ലെങ്കിൽ സൗജന്യ യാത്ര സ്ത്രീകൾക്ക് അനുവദിക്കും എന്നുള്ളത് തന്നെയായിരുന്നു പ്രധാനപ്പെട്ട ഒരു കാര്യമായി പറഞ്ഞിരുന്നത്. പക്ഷേ അവിടെയാണ് ഇപ്പോൾ അതിൻ്റെ ആദ്യഘട്ടമെന്ന നിലയിൽ ആദ്യത്തെ 100 ദിവസത്തേക്ക് ഈ ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുക എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ആ ഒരു പദ്ധതിയുടെ തുടക്കത്തിന് നമ്മൾ ഇപ്പോൾ സാക്ഷിയാകാൻ പോകുന്നത്. എന്തായാലും വിപുലമായിട്ടുള്ള ഉദ്ഘാടന ചടങ്ങോടുകൂടിയായിരിക്കും ഈ പദ്ധതിയുടെ ആ ഒരു തുടക്കം നമുക്ക് കാണാൻ കഴിയുക. മുഖ്യമന്ത്രി VD സതീശൻ അദ്ദേഹം ഇന്ന് ഇവിടെ ഈ ഒരു പദ്ധതിക്ക് തുടക്കം കുറിക്കും. ഒപ്പം തന്നെ മന്ത്രിമാരും അദ്ദേഹവും ഉൾപ്പെടെ സ്ത്രീകളോടൊപ്പം തന്നെ ആ വാഹനത്തിൽ യാത്ര ചെയ്യുകയും ചെയ്യും. ഇവിടെ തമ്പാനൂരാണ് ഇപ്പോൾ നമ്മളുള്ളത്. തമ്പാനൂരിൽ വലിയ രീതിയിൽ അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഉദ്ഘാടന പരിപാടിക്ക് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളൊക്കെ തന്നെയും ഒരുക്കിയിട്ടുണ്ട്. അതിനുശേഷം ഇവിടുന്ന് അവരെല്ലാവരും കൂടി വാഹനത്തിൽ KSRTC ബസ്സിൽ തന്നെ യാത്ര ആരംഭിക്കും. സെക്രട്ടേറിയറ്റ് വരെ മുഖ്യമന്ത്രിയും സ്ത്രീകളോടൊപ്പം തന്നെ യാത്ര ചെയ്യും. എന്തായാലും ഈ ഒരു പരിപാടി ഇത്രമാത്രം വലിയ ആഘോഷത്തോടു കൂടി തന്നെ നടത്താനായിട്ടുള്ളൊരു തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ എത്തുമ്പോൾ അതിലും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉയരുന്നുണ്ട്. CPMൻ്റെ MLA-മാർ ഈ ഒരു പരിപാടിയുമായി സഹകരിക്കില്ല എന്ന് കഴിഞ്ഞ ദിവസം തന്നെ MV ഗോവിന്ദൻ വ്യക്തമാക്കിയിരുന്നു. കാരണം ഇത് ജനങ്ങളെ വഞ്ചിക്കുന്ന തരത്തിലേക്കുള്ളൊരു നടപടിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. കാരണം എല്ലാ KSRTC ബസ്സുകളിലും സൗജന്യ യാത്ര നൽകും എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട വാഗ്ദാനം എന്ന് പറയുന്നത്. ആ വാഗ്ദാനം പാലിക്കുന്നില്ല, മറിച്ച് ആളുകളെ പറ്റിക്കുന്ന തരത്തിലേക്കുള്ള നടപടിയായിട്ടാണ് ഇതിനെ കാണേണ്ടത് എന്നുള്ളതായിരുന്നു CPM ഇതിനെ വ്യാഖ്യാനിക്കുന്നത്. ആ നിലയ്ക്കുള്ള ഒരു പ്രതികരണമാണ്, അല്ലെങ്കിൽ ആ ഒരു തീരുമാനമാണ് ഇപ്പോൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ ഒരു പദ്ധതി അത് സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകൾക്ക് ഏറ്റവും അധികം ഗുണപ്രദമാകുന്ന ഒരു പദ്ധതിയായിട്ട് തന്നെയാണ് വ്യാഖ്യാനിക്കപ്പെടുകയും, അല്ലെങ്കിൽ ആ നിലയ്ക്ക് തന്നെയാണ് സർക്കാരും അതിനെ കണക്ക് കൂട്ടുന്നത്. എന്തായാലും ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്ന ഘട്ടത്തിൽ ഈ പദ്ധതിയുടെ മേന്മ പറയുന്ന പോലെ തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഉയരുന്നുണ്ട്. BJPയും സമാനമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത് അത് ജനങ്ങളെ കബളിപ്പിക്കുന്നതിന് തുല്യമാണ്. എല്ലാ വാഹനങ്ങളിലും ഇതിന് ഈ പ്രഖ്യാപിച്ചതുപോലെ തന്നെയുള്ള സൗജന്യം അനുവദിക്കണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയും ആവശ്യപ്പെട്ടുകൊണ്ട് BJP എല്ലാ ഡിപ്പോകളിലേക്കും പ്രതിഷേധ മാർച്ചുകൾ സംഘടിപ്പിക്കും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇന്നിപ്പോൾ രാവിലെ 8:30 ഇതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം നടക്കുക. അതിനുശേഷം 9 മണിയോടുകൂടി ബാക്കിയുള്ള ഡിപ്പോകളിൽ പ്രാദേശികമായി തന്നെ ഇതിൻ്റെ ഈ പദ്ധതിയുടെ ഉദ്ഘാടന പരിപാടികളൊക്കെ നടക്കും. അതിനുശേഷമായിരിക്കും ഇന്ന് ഈ യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് സൗജന്യം ലഭിക്കുക എന്നുള്ളതാണ്. എന്തായാലും ഈ ബസ്സുകളുടെ എണ്ണം 3127 ബസ്സുകളിലാണ് ഇത്തരത്തിൽ സൗജന്യം ലഭിക്കുന്നത്. ഓർഡിനറി ബസ്സുകളിലെല്ലാം തന്നെ ലഭിക്കും. ടൗൺ ടു ടൗൺ ബസ്സുകൾ ഉൾപ്പെടെയുള്ള വിവിധങ്ങളായിട്ടുള്ള ബസ്സുകളിലൊക്കെ തന്നെയും ഇത്തരത്തിൽ സൗജന്യം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകും. എന്തായാലും ആ ഒരു വലിയ നടപടി, അല്ലെങ്കിൽ ആ ഒരു വലിയ സംഭവത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്
ഓക്കെ ആ ഒരു വലിയ തീർച്ചയായും എബി, നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ് ആ നിമിഷത്തിന്. ഏതാണ്ട് ഇനി എനിക്ക് തോന്നുന്നു ഒരു 1.25 മണിക്കൂർ മാത്രമാണ് ബാക്കിയാകുന്നത്. സ്ത്രീകൾക്ക് വേണ്ടി KSRTCയുടെ സൗജന്യ പദ്ധതി അത് 8:30 സ്റ്റാർട്ടാവുകയാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.